നമ്മളിവിടെ പേപ്പർ വാഴയിൽ എടുത്തിട്ടുണ്ട്, പിന്നെ കാർഡ്ബോർഡ് പീസുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ചെറിയ പേപ്പർ ഗ്ലാസുകളും എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡ് പീസിൽ നമ്മൾ ഈ വരച്ചെടുത്തിട്ടുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പോൾ വരച്ചെടുത്തിട്ടുള്ള ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു വീഡിയോ നമ്മൾ ആദ്യം ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഇതുപോലെ നമ്മളത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി ഈ ചെറിയ കാർഡ്ബോർഡ് പീസുകൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്ത് നമുക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഫെവി ബോണ്ട് വെച്ചാണ് നമ്മളതെല്ലാം ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ എല്ലാ കാർഡ്ബോർഡ് പീസുകളും നമ്മൾ അതിലേക്ക് ഒട്ടിച്ചു കൊടുത്തു. ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഇതിന്റെ താഴെയായിട്ടാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസ് ഇവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇപ്പൊ നമ്മൾ അതെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ വെച്ച് കൊടുക്കാനുള്ള ഒരു സ്റ്റാൻഡാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. കാർഡ്ബോർഡ് പീസുകൾ വെച്ച് ഇതുപോലെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതിൽ നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കണം. ബ്രൗൺ കളർ പെയിന്റും ബ്ലാക്ക് കളർ പെയിന്റും കൂടെയാണ് നമ്മളിതിൽ കൊടുത്തെടുക്കുന്നത്. ഇതിൽ മുഴുവനായും നമുക്ക് പെയിന്റ് കൊടുത്തെടുക്കണം. ഇതുപോലെ നമ്മൾ അതിൽ മുഴുവനായും പെയിന്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ പേപ്പർ വാഴയിൽ എടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ചെറിയൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ചെയ്തെടുക്കണം. ഇതിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചെറിയ ഇലകളാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇലകളിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള തണ്ടുകളും നമ്മൾ പേപ്പർ വാഴയിലയിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി നമ്മൾ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ തണ്ടുകളും നമുക്ക് ഇലകളിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളിലും തണ്ടുകളെല്ലാം ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഓരോ തണ്ടിനകത്തേക്ക് നമ്മൾ ഈർക്കളി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള ഈർക്കളി പൊട്ടിപ്പോവാത്ത രീതിയിൽ ചെറുതായിട്ടൊന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇലകളിലൊന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിൽ യെല്ലോ കളർ പെയിന്റ് ഇതുപോലെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. ഇനി നമുക്ക് ഗ്രീൻ കളർ പെയിന്റ് വെച്ച് ഇലകളുടെ വെയിൻസും കൂടെ ഒന്ന് പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മൾ എല്ലാ ഇലകളിലും ഇതുപോലെ പെയിന്റ് എല്ലാം കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു പേപ്പർ ഗ്ലാസിനകത്തേക്കാണ് അതെല്ലാം വെച്ച് കൊടുക്കുന്നത്. അതിനകത്തേക്ക് നമ്മളൊരു തെർമോക്കോളിന്റെ പീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ ഇലകളും നമുക്ക് അതിനകത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ എല്ലാ ഇലകളും നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തു. ഇനി നമ്മൾ അതിനകത്തേക്ക് വെച്ച് കൊടുത്തിട്ടുള്ള തെർമോക്കോൾ പീസിന്റെ മുകളിലായിട്ട് നമ്മൾ പെയിന്റും കൂടെ ഒന്ന് കൊടുത്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ പേപ്പർ ഗ്ലാസ്സിലും കൂടെ പെയിന്റ് ഒന്ന് കൊടുത്തെടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ വേറെ 3 ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റുകൾ കൂടെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ പേപ്പർ വാഴയിലകൾ വെച്ചാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ആദ്യം കാർഡ്ബോർഡ് പീസുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള അതിലേക്ക് നമുക്കിനി ഇതെല്ലാം വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളതെല്ലാം നമുക്ക് ആദ്യം ഇതിലേക്കൊന്ന് വെച്ച് നോക്കാം. ഇപ്പൊ നമ്മളതൊന്ന് വെച്ച് നോക്കുകയാണ്. ഇനി നമുക്ക് ഇതിലെല്ലാം ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ നമുക്കതെല്ലാം അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. എങ്ങനെയുണ്ട് നമ്മളിന്ന് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? അപ്പൊ നമ്മുടെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറന്നു പോകരുതേ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ.